ഒരേ സമയം തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ട്രെൻഡ്സ്, ട്രാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രെൻഡ്സിൻ്റെ ഭാഗമായിട്ടാണ് പല ട്രാപ്പുകളും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് സമകാലിക സാഹചര്യങ്ങൾ എല്ലാം കൂടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആ ട്രെൻഡ്സിനെ രൂപപ്പെടുത്തുന്ന ആ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്താണ്, എക്കണോമിക് അറ്റ്മോസ്ഫിയർ എന്താണ്, അതുപോലെ ട്രാപ്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് തുടങ്ങിയ ആ ഒരു ടോട്ടലി ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇതിൽ ആദ്യമായി പറയാനുള്ളൊരു കാര്യം, നമ്മുടെ 2017 ബിഹേവിയർ എക്കണോമിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച ആളാണ് റിച്ചാർഡ് തെയ്ലർ. അദ്ദേഹത്തിൻ്റെ ഒരു പഠനമുണ്ട്, ബിഹേവിയർ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പഠനമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ഒരു എക്കണോമിക് യൂണിറ്റിൻ്റെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ ഡിസിഷനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഒരിക്കലും ന്യൂട്രൽ ആയിരിക്കില്ല. അതായത് പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനങ്ങളുടെ പുറത്തുണ്ടാകുന്ന ഒന്നല്ല, അയാളുടെ ഇഷ്ടങ്ങളുടെ മാത്രം, അയാളുടെ റേഷണൽ തിങ്കിങ്ങിൻ്റെ പുറത്ത് മാത്രം ഉണ്ടാകുന്നതല്ല ഒരു എക്കണോമിക് ഡിസിഷൻ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാകും, ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ആളുകളുടെ ബിഹേവിയർ, ടോട്ടലി ആ ഒരു മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബിഹേവിയർ എക്കണോമിക്സിലെ ഒരു പ്രഗത്ഭനായൊരു വ്യക്തി കൂടിയാണ് റിച്ചാർഡ് തെയ്ലർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോവിഡാനന്തരം നമ്മുടെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ, നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിൽ രൂപപ്പെട്ടു വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. അതായത് എല്ലാ ആളുകളും ഡിജിറ്റൽ രംഗത്തേക്ക് മാറി. നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ പോലും ഓൺലൈൻ വൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ട്രാൻസ്ഫോംഡ് ആയ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പുതിയ ട്രെൻഡുകൾ രൂപപ്പെട്ടു വരുന്നത്. ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം, നമ്മുടെ ആളുകളൊക്കെ ഫൈനാൻഷ്യലി വലിയൊരു പ്രതിസന്ധി അനുഭവപ്പെട്ടു. ഒരു ഇൻസ്റ്റബിലിറ്റി എല്ലാ ആളുകൾക്കും ഫീൽ ചെയ്തു. നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന ജോലി പോലും ഇൻസെക്യൂർ ആണ്, ഏത് നിമിഷവും അത് കയ്യിൽ നിന്ന് പോകുമെന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെല്ലാവരും എത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് പുതിയ പുതിയ ആലോചനകളെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എങ്ങനെ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ചാലഞ്ചസിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും, അതിൽ നിന്നാണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ വരുന്നത്. ആളുകൾ ഒന്നുകൂടെ സേവ് ചെയ്യണം, പണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ഏത് വലിയൊരു എക്കണോമിക് എമർജൻസി വരുന്ന സമയത്തും അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു ചിന്താഗതിയിലേക്ക് ആളുകൾ വരുന്നത്. അങ്ങനെയാണ് പുതിയ ഒരുപാട് മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരുന്നത്. 1000 രൂപ കയ്യിൽ കിട്ടുന്ന ആളാണെങ്കിലും 200 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും സേവ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മുടെ സൊസൈറ്റി മൊത്തം വരുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ ശരിക്കും ചർച്ചക്കെടുക്കുന്നത്. ഇതിനോടനുബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ ഓരോ വ്യക്തിയിലും രൂപപ്പെട്ട് വന്ന ഓരോരോ മാറ്റങ്ങൾ, അവരുടെ ചിന്താഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിലുള്ള അവരുടെ ഒരു സമീപന രീതികളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു ആമുഖം എന്ന രീതിയിൽ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ചർച്ച ആരംഭിക്കുന്നത് തന്നെ ഇത്തരമൊരു ഘട്ടത്തിൽ, ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആശ്രയിക്കുന്ന ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന ട്രെൻഡുകൾ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്ന ഒരുപാട് ട്രാപ്പുകൾ, ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടത് ഒരു ആമുഖം എന്നൊരു വിഷയം മാത്രം ഞാൻ ഒരു ആമുഖമായി വെച്ചുകൊണ്ട് ചർച്ചയിലേക്ക് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഷഫീഖ് നൂറാനി സംസാരിച്ച അവിടുന്ന് പിന്നെ നമ്മുടെ ന്യൂ ഫൈനാൻഷ്യൽ ട്രെൻഡ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം പറയുന്നിടത്ത് തീർച്ചയായിട്ടും ഈ ആളുകളുടെ ബിഹേവിയറിൽ വന്ന മാറ്റം, അതിൽ പ്രധാനമായിട്ടും ഈ സാമ്പത്തിക രംഗത്ത് വരുന്ന ഈ വലിയ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹെഡ്ജ് ചെയ്യാന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ലാംഗ്വേജിൽ പറയും, റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹെഡ്ജ് ചെയ്യുക എന്നതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു രൂപമാണ് പലപ്പോഴും ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലേക്ക് ആലോചിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം,
സെക്കൻഡറി ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകം സോഴ്സ് മാക്സിമം ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക. കാരണം പുതിയ കാലത്തൊരു പ്രധാനപ്പെട്ട ഒരു ബസ് വേർഡാണ്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഈവൻ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ വരെ വളരെ പ്രധാനപ്പെട്ട ഹോട്ടായൊരു ടോപ്പിക്കാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരാൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, അയാളുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, അയാളുടെ ഒരു ടൈമിനെയും എഫേർട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻകം സോഴ്സ് ഒരാളിലേക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക എന്നാണ് പൊതുവെ പറയപ്പെടുന്ന ഒരു സാധനം. അപ്പോൾ അത് തീർച്ചയായിട്ടും ആളുകളിലേക്ക് അത് കൺവിൻസ്ഡ് ആവുകയും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ആളുകൾ പലതരത്തിൽ നടത്തുന്നുണ്ട്. അതിൽ പിന്നെ സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം ആളുകൾക്ക് അതിലുള്ള അവയർനെസ്സിൻ്റെയൊക്കെ ചില പരിമിതി കൊണ്ട് പലപ്പോഴും, പ്രത്യേകിച്ചും നമ്മൾ പിന്നെ സംസാരിക്കുന്ന നമ്മുടെയൊക്കെ ഒരു മേഖലയിൽ എടുത്ത് നോക്കിയാൽ നല്ലൊരു ശതമാനം ആളുകൾ അതിലെ സിസ്റ്റമാറ്റിക് അല്ലാതെ, സയൻറ്റിഫിക് അല്ലാത്ത പല തരത്തിലുള്ള ഓപ്ഷൻസ് അതിനുവേണ്ടി സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ, കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുക, അല്ലെങ്കിൽ എൻ്റെ സമയത്തെയോ അല്ലെങ്കിൽ എൻ്റെ എഫേർട്ടിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ എൻ്റെ ജീവിതകാര്യങ്ങൾ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വരുമാനങ്ങൾ എനിക്കുണ്ടാവുക എന്നൊരു ആലോചനയിൽ നിന്നാണ് അതിലേക്കൊക്കെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇതിൻ്റെ ഒരു പിന്നെ ഫൈനാൻഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു പിന്നെ സ്റ്റാർട്ടിങ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് പിന്നെ ആളുകൾ പിന്നെ സ്വീകരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൻ്റെ വൈവിധ്യമാണ്. കാരണം പുതിയ കാലത്ത് ഒരുപാട് ഓരോ ദിവസവും പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾക്ക് ഫണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതിലേക്ക് ആളുകൾ പോകുന്നതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഉള്ളത് ഏറ്റവും റീസെൻ്റായി നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, ഫണ്ട് മാനേജ് ചെയ്യുന്ന പേഴ്സണൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന രംഗത്തേക്ക് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും വളരെ വ്യവസ്ഥാപിതമായി മനസ്സിലാക്കുകയും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ മേഖലയിൽ പ്രത്യേകിച്ചും മലബാറിലൊക്കെ ജനറേറ്റ് ചെയ്യപ്പെട്ട, മലബാറിലെങ്കിൽ മലബാറിലെ ആളുകളിലൂടെ ജനറേറ്റ് ചെയ്യപ്പെട്ട വരുമാനത്തിൻ്റെ വലിയ ഭാഗം കൃത്യമായ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റോ ഇല്ലാത്തതിൻ്റെ പേര് ലോസായി പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കുറേ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈവൻ അതേപോലെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പലപ്പോഴും ഈ ഫൈനാൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നെ അതിൽ പ്രത്യേകിച്ച് കാര്യമായി ഒന്നും കിട്ടാത്ത രീതിയിലൊക്കെയുള്ള തികച്ചും നിർമ്മാണാത്മകമല്ലാത്ത നിർമ്മാണങ്ങൾ എന്നത് നമുക്ക് നന്നായി കാണാൻ പറ്റും. അപ്പോൾ ഈ പേഴ്സണൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി വരികയും അതിന് നമുക്ക് തികച്ചും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള നല്ല മോഡലുകൾ ഉണ്ടാവേണ്ടതുമാണ്. അതേസമയം മാർക്കറ്റിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽ ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ചുകൊണ്ട് പേഴ്സണൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് സ്വീകരിക്കുന്നൊരു രീതി കൂടി പുതിയ കാലത്ത് ആളുകളിൽ നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിയായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹോട്ടായി നിൽക്കുന്ന ഏറ്റവും പിന്നെ ലേറ്റസ്റ്റായി വരുന്ന ഫൈനാൻഷ്യൽ അവന്യൂസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലേക്ക് ആളുകൾ പോവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചയുടെ അജണ്ടയുടെ ഭാഗമായി വരേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കേസിൽ ഉപയോഗിക്കുന്ന ഒന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റുമായി ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ലിങ്ക് ചെയ്ത് വന്നിട്ടുള്ള ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ അവിടെയുള്ള മ്യൂച്വൽ ഫണ്ട് അടക്കമുള്ള വിവിധ അവന്യൂസ് ആളുകളുടെ മുമ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ആളുകളുടെ മുമ്പിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വ്യക്തി എന്ന പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ എൻ്റെ ഫണ്ടിനെ പാർക്ക് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ അവന്യൂസ് ഉപയോഗിക്കാം, അതിൻ്റെ ഒരു പോയിന്റിൽ കൃത്യമായ കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. പിന്നെ ഒന്ന് ഏറ്റവും പ്രധാനമായി ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള കാര്യങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു 20,000-ഓളം ക്രിപ്റ്റോ കറൻസി 2009 എനിക്ക് തോന്നുന്നു ബിറ്റ് കോയിൻ ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 10-14 വർഷത്തിനിടയ്ക്ക് 20,000-ഓളം ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റുകളിൽ വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പറയുന്ന കുറച്ചുകൂടി പിന്നെ റിലയബിളായ ഡാറ്റ പ്രകാരം 8,000-ഓളം ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഒരു ആളുകൾ ഈ ഏറ്റവും ലേറ്റ് കഴിഞ്ഞ മാസം കണ്ടുവന്ന റിപ്പോർട്ടിൽ പിന്നെ 420 മില്യൺ ആളുകൾ ഈ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റിൽ പലതരത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് വന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെയും എങ്ങനെ ആ ഒരു മാർക്കറ്റിനെ നമ്മൾ സമീപിക്കണം എന്നത് തീർച്ചയായിട്ടും നമ്മുടെ അജണ്ടയിൽ വരികയും അത് നമുക്ക് കൃത്യമായി ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം എന്നുള്ളത് തീർച്ചയായും അതാണ് ഒരെണ്ണം. രണ്ടാമതൊരു കാര്യം എനിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ, പലപ്പോഴും ഈ ഓർഗനൈസ്ഡ് മാർക്കറ്റിനെ ലിങ്ക് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻസി മാർക്കറ്റിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് പിന്നെ റെഗുലേറ്റേഴ്സിൻ്റെയും പുറത്ത് ചില ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വരികയും ആളുകളിൽ നിന്ന് ഫണ്ട് ഈ പറയപ്പെടുന്ന മാർക്കറ്റിലേക്ക് എന്ന രീതിയിൽ സ്വീകരിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ആ മാർക്കറ്റിലേക്ക് ഫണ്ട് എത്താതെ ഈ കമ്പനിയിൽ മാത്രം അത് കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതാണ് പലപ്പോഴും ഈ പിന്നീടൊക്കെ പലപ്പോഴും വലിയ പ്രതിസന്ധിയിലേക്കും റിസ്കിലേക്കോ അല്ലെങ്കിൽ ട്രാപ്പിലേക്കോ അല്ലെങ്കിൽ സ്കാമിലേക്കൊക്കെ പിന്നെ എത്തിപ്പെടാറുള്ളത്. അപ്പോൾ ഈ പുതിയ രംഗത്ത് വരുന്ന പുതിയതായി ജനറേറ്റ് ചെയ്യപ്പെട്ട് ഇന്നോവേറ്റ് ചെയ്ത് വരുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് നമ്മുടെ ചർച്ചയിലേക്ക് വരണം. അതിലിപ്പോൾ ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ആളുകൾ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ പിന്നെ അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ട് ചെന്നപ്പെടുന്ന ഒരു ഏരിയയാണ്. ഈ മാർക്കറ്റിനെ മറയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഏജൻസികൾ വരും. ആ ഏജൻസികളിലേക്ക് ആളുകൾ ഫണ്ട് കൊടുക്കും, പക്ഷേ ആക്ച്വലി ഈ ഫണ്ട് ഈ മാർക്കറ്റിലേക്ക് എത്തുന്നില്ല. ഈ പറയപ്പെടുന്ന ഏജൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോട് ഈ ഫണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതേസമയം നമ്മൾ സാമൂഹികമായി പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് അല്ലാതെ പോയി എന്ന് വിമർശനാത്മകമായി നമ്മൾ പറയുന്ന സമയത്ത് ഇഫക്റ്റീവായി എങ്ങനെയൊക്കെ ഈ സാധ്യതകളെ ഉപയോഗിക്കാം എന്നതുകൂടി നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നമുക്ക് തുടർച്ചയിൽ വരാം. ഫിനാൻസാണ് ഇവിടെ ചർച്ചാ വിഷയം. പൊതുവേ നമ്മൾ എക്കണോമിക്സിൽ ഫിനാൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഫിനാൻസ്, പബ്ലിക് ഫിനാൻസും അതേപോലെ തന്നെ പ്രൈവറ്റ് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. എന്നാൽ പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ ഫിനാൻസാണ്, ഓരോ വ്യക്തിയുടെയും ഫിനാൻസാണ്. അപ്പോൾ പബ്ലിക് ഫിനാൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് ഫിനാൻസിനെ ഡിഫറൻസ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻഡിവിജ്വൽ ബിഹേവിയറാണ്. ഒരു മനുഷ്യൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുക, അവൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്താണ്, അവൻ ഉപയോഗിക്കുന്ന മെത്തഡോളജി ഏതാണെന്ന് നമുക്കൊരിക്കൽ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എക്കണോമിക്സിലെ തന്നെ ഓവറോൾ സബ്ജക്റ്റിൽ ഏറ്റവും മനോഹരമായൊരു വിഷയമായിട്ട് ബിഹേവിയറൽ എക്കണോമിക്സിനെ നമ്മൾ പറയാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ ആളുകളെടുത്ത് നോക്കുന്ന സമയത്ത് അവരൊക്കെ ബിഹേവിയറൽ എക്കണോമിക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ട്രെൻഡ്സും അതേപോലെ തന്നെ ട്രാപ്സുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ രംഗത്തെ ട്രെൻഡ്സ് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും രണ്ട് എമർജൻസാണ് നമ്മളവിടെ ഒരു ട്രെൻഡായിട്ട് പറയുന്നത്. ഒന്ന് ടെക്നോളജിയുടെ എമർജൻസാണ്. നമ്മൾ പണ്ട് പണം കൊടുത്ത് വാങ്ങി നേരിട്ട് പോയി ചെയ്തിരുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഒറ്റ ക്ലിക്കിൽ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ കൂടെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ രംഗത്തെ ഒരു ട്രെൻഡാണ്. അത് പല രീതിയിൽ പുതിയ കാലത്ത് നമുക്ക് പല രീതിയിൽ അത് കാണാൻ പറ്റും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. പണ്ടത്തെ കാലത്ത് പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും ഈ ഡീസെൻട്രലൈസേഷനാണ്. അതായത് നമ്മൾ പബ്ലിക് ഫിനാൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാൻ ഒരു റെസ്പെക്റ്റീവ് ഗവൺമെൻറ് ഉണ്ട്, അല്ലെങ്കിൽ RBI എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. എന്നാൽ പ്രൈവറ്റ് ഫിനാൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്കൊരു അതോറിറ്റിയെ കാണാൻ പറ്റും. മുമ്പ് കാലത്ത് പ്രൈവറ്റ് ഫിനാൻസിൻ്റെ മുകളിൽ ഗവൺമെൻറ്റിൻ്റെയും മറ്റു അതോറിറ്റിയുടെയൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ പിന്നീട് കാലക്രമേണ ആ കൺട്രോൾ എടുത്തു ഒഴിവാക്കുകയും ഇന്ന് ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജി, അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളും അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ, അതായത് ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജറാണ്. ഒരാൾ നിയന്ത്രിക്കുന്നതിന് പകരം പല ആളുകൾ കൂടി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഫിനാൻസ് രംഗം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി. പക്ഷേ ഇവിടെ നമ്മൾ ഇതാണ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ട്രാപ്പായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഈ രണ്ട് എമർജൻസുമായി ബന്ധപ്പെട്ട ട്രാപ്സ് തന്നെയാണ്, രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റും.
ടെക്നോളജിക്ക് എന്തൊക്കെ ദൂഷ്യവശങ്ങളുണ്ടോ ആ ദൂഷ്യവശങ്ങളൊക്കെ നമുക്ക് ഇവിടെ ട്രാപ്സ് ആയിട്ട് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഹാക്കിങ്, മറ്റുള്ള ഡാറ്റ പൈറസി, അത്തരം നമ്മുടെ പ്രൈവസി കൺസേൺ, അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ കൺസേൺസ് ഒക്കെ ഇവിടെ ട്രാപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. മറ്റൊന്ന്, ഈ ഒരു ഡീസെൻട്രലൈസേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ഇൻഡിവിജ്വലിന് ഓട്ടോണമി കൊടുക്കുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വലും ഏത് രീതിയിലാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ ഇടപെടുന്നത്, ഏത് രീതിയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ, ഡീസെൻട്രലൈസേഷൻ നല്ലതാണ്, പക്ഷേ ഏതുവരെ എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടാവുന്നത് വരെ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താന്ന് വെച്ചാൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഏതിൽ ചെലവഴിക്കണം, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് വാങ്ങണം, ഏത് രീതിയിലാവണം എൻ്റെ ഫിനാൻസ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അദ്ദേഹം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഫിനാൻസും പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുന്ന സമയത്ത് 27% ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലോകാടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 10ൽ 3 ആളുകൾക്ക് മാത്രമേ ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് കൃത്യമായിട്ട് ഫിനാൻസ് എവിടെ ചെലവഴിക്കണം, ഏത് രീതിയിലാവണം അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബോധ്യവുമുള്ള ആളുകൾ അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുരുഷന്മാരെ മാറ്റി നിർത്തി സ്ത്രീകളെ വെച്ച് നോക്കുന്ന സമയത്ത് 20% താഴെയാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പോൺസി സ്കീമുകൾ പോലെ ഒരുപാട് എന്താ പറയുക, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ ഒരുപാട് തട്ടിപ്പുകൾ പോലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മിഡിൽ ഇൻകം ക്ലാസ് ആണ്, അതായത് മധ്യ ഗ്രൂപ്പുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്നത്, ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്നത്. ഒരുപാട് തട്ടിപ്പുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തട്ടിപ്പല്ല എങ്കിൽ കൂടെ അതിൻ്റെ ഒരു ദൂഷ്യവശം അല്ലെങ്കിൽ അതൊരു തട്ടിപ്പായി എടുത്തുകൊണ്ട് വളരെ മോശമായ രീതിയിലേക്ക് ഒരു ഫിനാൻഷ്യൽ രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ ഭാഗമാക്കാവുന്നത് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് ആണ്. ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ല. ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധമില്ലാത്തത് കൊണ്ട് ഇവരിതിൽ പെടുന്നു എന്ന് മാത്രം. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗത്തിലേക്കും നമ്മുടെ ഈ ഒരു ചർച്ചയെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് ഞാൻ ഇവിടെ പറയുന്നു. ഇതിൽ പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു ഭാഗം തന്നെ ഈ ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഒരു വിഷയം പറഞ്ഞല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സെൻട്രലൈസേഷൻ ആണോ നല്ലത് അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ആണോ നല്ലത് എന്നൊരു ചർച്ച, നല്ലൊരു ഡിബേറ്റുള്ളൊരു ചർച്ചയാണത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായും വരുന്നത്, ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയൊരു മെറിറ്റായിട്ട് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ, മുമ്പത്തെ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഈ ഡിജിറ്റൽ കറൻസിയെ ഇന്ത്യയിലേക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്തുള്ള ഒരു മാർക്കറ്റിൻ്റെ ബൂം നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും ക്രിപ്റ്റോയുടെ മാർക്കറ്റ് താഴോട്ടാണ് പോയത്. പക്ഷേ ക്രിപ്റ്റോ മാർക്കറ്റിൽ ആളുകൾ അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. പുതിയൊരു ഡിജിറ്റൽ കറൻസി വരുന്നു, അപ്പോൾ ഇന്ത്യ ഡിജിറ്റൽ കറൻസി അംഗീകരിക്കുന്നു, ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുന്നു എന്ന തലത്തിലേക്കാണ് പോയത്. പക്ഷേ ശരിക്കും ഇന്ത്യൻ ഗവൺമെൻറ് ഡിജിറ്റൽ കറൻസി എന്നുള്ളൊരു ആശയത്തിലേക്ക് പോകുന്നത് ഡീസെൻട്രലൈസേഷനിലൂടെ ഒരു ഗവൺമെൻറ്റിനുണ്ടാകുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ ഇടം അത് ഗവൺമെൻറ് കൺട്രോളിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് അവിടെ രൂപപ്പെട്ടു വരുന്ന ഒരുപാട് അസ്ഥിരതകളുണ്ട്. ഇപ്പോൾ അത് ടെററിസം മുതൽ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് മുതൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ശരിക്കും ക്രിപ്റ്റോ കറൻസി ആരാണ് ഇറക്കുന്നത്, അതിൻ്റെ ഓണർ ആരാണ് എന്ന് ആ ഒരു തലത്തിൽ നിന്ന് നമ്മുടെ ചർച്ച ആരംഭിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി? അതൊരു കറൻസിയാണോ അല്ലെങ്കിൽ അതൊരു പ്രൊഡക്റ്റാണോ സർവീസാണോ എന്ന ഒരു ബേസിക് തലത്തിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് ഒരു കറൻസി ആകണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ കറൻസി ആകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ നാടുകളിലും അത് വിലയായി അംഗീകരിക്കണം. ഒന്നുകൂടെ നമ്മളൊരു അക്കാഡമിക് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ലീഗൽ ടെൻഡർ ലഭിക്കണം. ഒരു രാജ്യത്തിൻ്റെ ലീഗൽ ടെൻഡർ ലഭിക്കുമ്പോഴാണ് അത് എല്ലാ രാജ്യത്തിലും അംഗീകരിക്കപ്പെടുന്ന ഒരു കറൻസി ആയിട്ട് മാറുന്നത്. ക്രിപ്റ്റോ കറൻസിക്ക് നിലവിൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷണം ഇല്ല. അഥവാ ഒരു ലീഗൽ ടെൻഡർ ആയിട്ടല്ല ക്രിപ്റ്റോ കറൻസി ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അത് കറൻസി അല്ലെങ്കിൽ നെഖ്ദ് എന്നോ ആ ഒരു തലത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഒരു സാധ്യത, അതൊരു പ്രൊഡക്റ്റാണോ, ഗുഡ് സർവീസ് എന്നൊരു തലത്തിലേക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുമോ
ഇവിടെ നമുക്ക് കാണുന്നത് ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത ഒരു 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 വസ്തു, ഒരു പ്രൊഡക്റ്റ് എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ അറിയില്ല. ഇൻട്രിൻസിക് വാല്യൂ ഇല്ലാത്ത ഒരു കാര്യം, ഇതിനെ നമ്മൾ എങ്ങനെയാണ് പിന്നെ ഒരു മാർക്കറ്റിലെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരേ സമയം തന്നെ കറൻസി അല്ലാതാകുന്നു, മാർക്കറ്റിലെ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാതെയും വരുന്നു. ഇങ്ങനെയുള്ള ഒരു സാധനം, നേരത്തെ പറഞ്ഞ ഡാറ്റ പ്രകാരം 8,000-ഓളം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട് എന്ന് പറയുന്നു. ഇത്രയധികം കറൻസികൾ മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്, ചാലഞ്ചാണ്. കാരണം ഇത്രയധികം 8,000 കറൻസികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയോ ഇരട്ടി മണി സർക്കുലേഷൻ അതിൻ്റെ പിന്നിലുണ്ടാകും. നൂറാനി പറഞ്ഞത് സപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാധനം. ഇപ്പോൾ അതിൻ്റെ സൈസ് പറയുന്നത് 2030 ആകുമ്പോഴേക്ക് ഏകദേശം 5 ട്രില്യൺ ഡോളറിലേക്ക് ഈ ക്രിപ്റ്റോയുടെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നാണ് അനാലിസിസ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇത് ഇന്ത്യൻ ഇക്കണോമിനേക്കാൾ വലുതാണ്. ഇന്ത്യൻ ഇക്കോണമി ഇപ്പോൾ 2.9 ട്രില്യണാണ്. നമ്മളിപ്പോൾ 2030 ആകുമ്പോഴേക്ക് 5 ട്രില്യൺ ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കണോമിയോളം വലുപ്പത്തിലേക്ക് ആ സാധനം വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പിന്നെ നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാതൊരു സാധനം ഇപ്പം നമ്മൾ പലപ്പോഴും ഈ അണ്ടർ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളുടെ ഒരു പ്രതിസന്ധിയായിട്ട് പറയാറുള്ളത് ബ്ലാക്ക് എക്കണോമിയുടെ സാന്നിധ്യമാണ്. അപ്പം നമ്മൾ ആലോചിക്കുന്ന ഒരു സാധനം വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്ലാക്ക് ഇക്കോണമി എന്ന ലെവലിലേക്ക് ഇത് മൂവ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ആ അടിസ്ഥാനത്തിൽ ഒരു രാജ്യങ്ങൾക്കും ഗുണകരമാവില്ല. ഇല്ല, അത് തന്നെയായിരുന്നു ശരിക്കും നിർമ്മല സീതാരാമൻ പല രാജ്യങ്ങളും ഡിജിറ്റൽ കറൻസി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. ശരിക്കും അത് ചാലഞ്ചിനെ നേരിടാൻ വേണ്ടിയിട്ട് ചെയ്തു വന്നു. നമ്മളൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു രാജ്യത്ത് പണം അടിച്ചിറക്കേണ്ടത് ഭരണാധികാരികളാണ്. ശരിക്കും അതൊരു പണത്തിൻ്റെ വിഷയത്തിൽ സെൻട്രലൈസേഷൻ്റെ ഒരു പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള മോണിറ്ററി സിസ്റ്റത്തിൽ ഡീസെൻട്രലൈസേഷൻ വരുന്നതിലൂടെ ഒരു രാജ്യം നേരിടുന്ന ചാലഞ്ചസ്, ഇപ്പോൾ അതാണ് നമ്മൾ ഈ ഡാറ്റ നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇത്രയധികം മണി സർക്കുലേഷൻ ഡീറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു മോണിറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് അത് വലിയൊരു ചാലഞ്ചാണ്. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ച് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിലൂടെ ഒരു രാജ്യം നേരിടേണ്ടി വരുന്ന ഒരു ചാലഞ്ചാണത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇതിലൊരു കാര്യം നേരത്തെ പറഞ്ഞതിലുള്ള ഒരു വിഷയം കൂടി, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിഷയം നമ്മൾ ഇതിൽ പരാമർശിച്ചിരുന്നു. ശരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ എക്സ്പാൻഷനിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇടമാണ് സ്റ്റോക്ക് മാർക്കറ്റുകൾ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുകൾ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്ഥിതിയെ കൃത്യമായിട്ട് വിലയിരുത്താൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡുകളിലൂടെ മനസ്സിലാകുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകൾ എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സ്റ്റോക്കുകൾ പരസ്പരം വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു ഇടം എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിനെ എല്ലാ തലത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ, ഞാൻ അതിൻ്റെ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെ ഒരു വിഷയം പറയാം. നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകൾ ശരിക്കും എന്താണ് എന്ന് തുടങ്ങുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു ചർച്ചയാണ് അവിടെ വരുന്നത്. നമ്മളെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ശരിയ ബേസ്ഡ് സ്റ്റോക്കുകളാണോ? ശരിയ ബേസ്ഡ് സ്റ്റോക്കുകളാകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ കമ്പനിയുടെ പ്രൊഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസ് ശരിയ ബേസ്ഡ് ആകണം. അതേപോലെ തന്നെ അതിലൂടെ ലഭിക്കുന്ന റിട്ടേൺ ശരിയ ബേസ്ഡ് ആകണം. ഇൻകം സോഴ്സ് ശരിയ ബേസ്ഡ് ആകണം. തുടങ്ങിയ കാര്യങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആ സ്റ്റോക്കുകളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിഷയത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റിനോട് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുകയും പക്ഷേ അതിലെ വാങ്ങുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ലിറ്ററസി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു വിഷയം കൂടെ നേരത്തെ നിങ്ങൾ പറഞ്ഞതിൽ അത് ചിലപ്പോൾ മറന്നുപോകും. നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ വിഷയം പറയുന്ന സമയത്ത് നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഖുർആനിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, വലാ തുഅ്തു സുഫഹ അംവാലക്കും, നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ പണം നൽകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം പറയുന്ന ഒരു കാര്യം, കൃത്യമായി ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത, പ്ലാനിങ് ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ നിങ്ങൾ പണം കൊടുക്കാൻ പാടില്ല, അത് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് ഇപ്പോൾ ഹൈറിച്ച് പോലെയുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ്? ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലും സംഭവിച്ചൊരു കാര്യം അത് തന്നെയാണ്. നമ്മൾ മാർക്കറ്റിൽ പണം ഇറക്കുന്നു, ശരിക്കും ആക്ച്വൽ മാർക്കറ്റിലേക്ക് ആ പണം ഇറങ്ങിയിട്ട് പോലുമില്ല.
ഇതിങ്ങനെ ഒരു ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. ആക്ച്വൽ മാർക്കറ്റിൽ ആ പണം ഇറങ്ങിയിട്ടില്ല, ക്രിപ്റ്റോ കറൻസി നിലവിൽ വന്നിട്ടില്ല, പിന്നീട് അത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിട്ടേൺ എങ്ങനെയാണ്, അതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിറ്ററസി നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വോളിയം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ക്രിപ്റ്റോ കറൻസിയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയാണെങ്കിൽ പോലും ഒരിക്കലും അത് ക്രിപ്റ്റോ കറൻസി ആവുന്നില്ല. കാരണം ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്. ഡിമാൻഡും സപ്ലൈ, എത്രത്തോളം സപ്ലൈ ഉണ്ട് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നനുസരിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ കണക്ക് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സപ്ലൈ വളരെ കുറവാണ്, ആളുകൾ ഡിമാൻഡ് കൂട്ടാണ്. മാത്രമല്ല ഈ ബിറ്റ് കോയിൻ മൈനിങ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പണ്ട് കാലത്ത് എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി, ഇപ്പോഴും ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ മൈനിങ്ങിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് അൽഗോറിതംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മുമ്പത്തെ ഇത് എമർജ് ചെയ്ത് വന്ന കാലത്ത് ക്രിപ്റ്റോ കറൻസിയൊക്കെ കിട്ടാൻ വളരെ വളരെ എളുപ്പമായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അൽഗോരിതവും കാര്യങ്ങളൊക്കെ കൂടി വലിയ കോംപ്ലക്സ് ആയതുകൊണ്ട് വളരെ ഡിമാൻഡ് കൂടുതലും, എന്നാൽ അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കര ഷാർപ്പായിട്ടും, അപ്പം സപ്ലൈ കുറവെന്നുള്ളൊരു, അപ്പോൾ ആ ഒരു വാല്യൂ ആണ് കൂടുന്നത്, അല്ലാതെ എമൗണ്ട് വോളിയം കൂടുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി ഇറക്കിയാൽ പോലും അതേപോലെ തന്നെ ഇ റുപ്പി എന്ന് പറയുന്ന ഒരു സംവിധാനം അതും പുതിയൊരു ട്രെൻഡാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇ റുപ്പി പ്രധാനമായിട്ടും ഗവൺമെൻറ് കൊണ്ടുവന്നത് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ പൈസ കൊടുക്കുന്നതിന് പകരം ഒരു വൗച്ചർ പോലെ അല്ലെങ്കിൽ ഒരു സംവിധാനം പോലെ ആളുകൾക്ക് കൊടുക്കുക. ഇപ്പോൾ കർഷകരാണെങ്കിൽ അവർക്ക് ഫെർട്ടിലൈസർ സബ്സിഡി ഒരു വൗച്ചർ കൊടുക്കും, വൗച്ചർ കൊടുത്തിട്ട് ആ വൗച്ചറുമായിട്ട് ഫെർട്ടിലൈസർ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയും ഈ ആക്സസ്, ഡിജിറ്റൽ ഡിവൈഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഈ കുരങ്ങൻ്റെ കൈമേൽ പൂമാല കിട്ടിയ ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ അടിത്തട്ടുള്ള ആളുകൾക്ക് വളരെ ഫേസ് ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി മാത്രമല്ല മൊത്തത്തിലുള്ള ലിറ്ററസിയും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒന്നാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പറയേണ്ട ഒരു കാര്യം, ഉദാഹരണത്തിന് രണ്ട് കാര്യങ്ങൾ. ഒന്നിപ്പോൾ ക്രിപ്റ്റോ കറൻസിൻ്റെ കേസിൽ ക്രിപ്റ്റോഗ്രഫി അതേപോലെ ബ്ലോക്ക് ചെയിൻ, ഈ ടെക്നോളജിയാണ് ഇതിന് ആ ടെക്നോളജിക്ക് നമ്മളെതിരല്ല. കാരണം സ്വാഭാവികമായിട്ടും ആ ടെക്നോളജിയിലേക്ക് സ്വാഭാവികമായും നമ്മുടെ ഫൈനാൻഷ്യൽ സെക്ടർ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ് രംഗത്തേക്കും ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സ്വാഭാവികമായിട്ട് എമർജ് ചെയ്ത് വരും. മാത്രമല്ല ഏറ്റവും നന്നായി ഈ ഫൈനാൻസ് ആൻഡ് ഹെൽത്ത് സെക്ടറിലേക്ക് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളരെ പെട്ടെന്ന് ഇവോൾവ് ചെയ്യും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ടെക്നോളജി അല്ല നമ്മൾ പറയുന്നത്. അതേസമയം ഒരു കറൻസി എന്ന തരത്തിലേക്ക് വരുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഈവൻ അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ മൈൻ ചെയ്തുകൊണ്ട് കറൻസി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ആ കറൻസിയുടെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പണം കായ്ക്കുന്ന ഒരു മരം ഉണ്ട്, അത് എനിക്ക് കിട്ടും, പിന്നെ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ കൊടുക്കും എന്ന അടിസ്ഥാനത്തിൽ അതിനൊരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് മൈൻ ചെയ്തെടുക്കുക എന്നുള്ള പോയിന്റിൽ തന്നെ. കാരണം പണം ഒരാളെ കയ്യിലേക്ക് വരാൻ ചില റീസൺ വേണം. പലപ്പോഴും അതൊരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന രീതിയിൽ കാണുന്ന സമയത്ത് ആ അർത്ഥത്തിലാണ് പണം നമ്മുടെ കയ്യിലേക്ക് വരേണ്ടത്. നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിന് വിലയായിട്ടൊക്കെയാണ് പണം നമ്മുടെ കയ്യിലേക്ക് വരിക. അതിന് പകരം എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് ഞാൻ മൈൻ ചെയ്തുകൊണ്ട് ഞാൻ കറൻസി ശേഖരിക്കുക എന്നത് തന്നെ കറൻസിയുടെ ഒരു അടിസ്ഥാന തത്വത്തിൽ ചില പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഐഡിയയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലാതെ ആ ബ്ലോക്ക് ചെയ്യുന്നുള്ള ടെക്നോളജിയല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതേപോലെ നേരത്തെ പാനലിസ്റ്റ് ഷഫീഖ് നൂറാനി അതേപോലെ ആശങ്ക സൂചിപ്പിച്ചതുപോലെ വിവിധ രാജ്യങ്ങൾ അവരുടെ കറൻസിയുടെ ഡിജിറ്റൽ രൂപം അല്ലെങ്കിൽ ക്രിപ്റ്റോ രൂപത്തിലേക്ക് സ്വാഭാവികമായും അടുത്തൊരു ഘട്ടത്തിൽ കടന്നു വരും. പക്ഷെ അത് കൺട്രോൾഡ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവിടുത്തെ അതത് രാജ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ കൃത്യമായ റെഗുലേഷൻസ് അനുസരിച്ചാണ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് ഡിജിറ്റൽ രൂപയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയുടെ അഡാപ്റ്റേഷൻ നമ്മളിലേക്കൊക്കെ വരാം. അതിനപ്പുറത്തേക്ക് അൺറെഗുലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു സംവിധാനം വരുന്നത് തീർച്ചയായിട്ടും അത് രാജ്യത്ത് സാമ്പത്തികമായ അല്ലെങ്കിൽ ലോകത്ത് വീണ്ടും അസ്ഥിരതകൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും കാരണമാവുന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന്, ഈവൻ ഇപ്പോൾ ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ ആളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് ആകെ ഇത്ര എണ്ണേ മൈൻ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതും ഒരു കറൻസി എന്ന അടിസ്ഥാന തത്വത്തിനെതിരാണ്. കാരണം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എത്ര കറൻസി ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ വോള്യത്തിനനുസരിച്ചാണ് കറൻസിയുടെ സർക്കുലേഷൻ വരേണ്ടത്. അതിന് പകരം ഇത് ഇത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതും കറൻസി എന്ന അടിസ്ഥാന തത്വത്തിനെതിരാണ്.
ഇത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു ലോകത്തിലേ വളരാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ തോതിനനുസരിച്ചുള്ള കറൻസി സപ്ലൈ തീർച്ചയായിട്ടും വരണം. അതിന് പകരം അങ്ങനെ വരുമ്പോൾ പോലും അത് കറൻസി എന്ന അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ സാധനത്തെ കാണേണ്ടതുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചർച്ചയിൽ വന്ന സാധനം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സാധനം 1920 തോന്നുന്നു ആദ്യമായി ന്യൂട്രിലൈറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആദ്യമായിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ആശയം ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു മാർക്കറ്റിംഗ് ആശയമായിട്ടാണ് ബിസിനസ്സിലേക്ക് അത് കൊണ്ടുവരുന്നത്. 1920 വരുന്നത്. ന്യൂട്രിലൈറ്റ് എന്നാണ് എൻ്റെ പേരൊന്ന് കറക്റ്റ്, ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും സ്പെല്ലിങ്ങിൻ്റെ ഒക്കെ. US സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ഈ MLM എന്നുള്ള ഒരു ബിസിനസ് മോഡൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അതിനുശേഷം ഒരുപാട് കമ്പനികൾ വന്നു. പക്ഷെ പിന്നെ വന്നത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ഐഡിയയെ ജസ്റ്റ് ഒരു പണം പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയിലേക്ക് മാത്രം ചുരുക്കുകയും ആ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്കാമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയയിൽ കേരളമൊക്കെ അതിൻ്റെ ഒരു വിക്ടിം പ്ലേസ് ആണ്. അതിലേക്ക് പോയി ആളുകൾ പണം നഷ്ടപ്പെട്ടതിൻ്റെ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഈ അടുത്ത് ഒരു 2-3 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിരുന്ന ഒരു MLM ബേസ്ഡ് ആയിട്ടുള്ള MLM എന്ന പേരിൽ ഇറങ്ങിയ ഒരു മണി ചെയിൻ ബിസിനസ് ഉണ്ടായിരുന്നു. വലിയ എമൗണ്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു $3000 അതിൽ ചേരാൻ വേണ്ടി ആളുകൾ മുടക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് പരിചയം നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഈ വിഷയത്തിൽ ചേരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്, എന്താണ് അതിൻ്റെ അഭിപ്രായം എന്ന് വെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് 3 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഒരു ചോദ്യം, ഈ പറയുന്ന കമ്പനി MLM ആണെങ്കിൽ സ്വാഭാവിക ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ടാവും. ഈ പറയുന്ന കമ്പനിയുടെ കയ്യിൽ ഒരു ആവറേജ് ആൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ കോമൺ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ഈ കമ്പനി വിൽക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഈ നിങ്ങളടുത്ത് വന്ന് ചോദിച്ച സുഹൃത്ത് ഈ കമ്പനിയിൽ ചേരാൻ വേണ്ടി ഈ പൈസ കൊടുത്തപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങി പിന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇതിൽ കമ്പനിയിൽ ചേരണമെന്ന് പറയാനല്ലാതെ അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അതിന് ഉത്തരം കിട്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചാൽ എന്ത് സംഭവിച്ചു? ഈ 3 ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ അയാൾ ഈ ചേരാൻ പറഞ്ഞ് വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും ഈ MLM ഒക്കെ പോലെയുള്ള പല സാധനങ്ങളെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ അടിസ്ഥാനപരമായ സാധനം ഒരു MLM ആണെങ്കിൽ അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ അവർക്ക് ഉണ്ടാവണം. ഒന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ചേർന്ന ഒരാൾ ആ പ്രൊഡക്റ്റ് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യത്തെ നമുക്ക് ചോദിക്കാൻ പറ്റണം. പിന്നൊന്നുള്ളത്, ഇത് ചേരാൻ വേണ്ടി പറയല്ല, അതൊരു പ്രൊഡക്റ്റുമായിട്ട് പൊതുവേ ഇങ്ങനെ വരുന്ന സ്കീമുകൾ ആരും വരാറില്ല. ഈ 3 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ മണി ചെയിൻ ബിസിനസ്സിനൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതാണ് അത്രയാണ് അതിൽ പറയാനുള്ള സാധനം. ഇവിടെ മണി ചെയിൻ ബിസിനസ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രണ്ട് കോൺസെപ്റ്റാണ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണി ചെയിൻ ഇന്ത്യയിൽ നിരോധിച്ചതാണ്. മീൻസ് കേസ് എടുക്കുന്ന ലീഗൽ ബൈൻഡഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം മണി ചെയിൻ എതിർക്കപ്പെടുകയും എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന നമ്മുടെ സെല്ലിങ്ങിൻ്റെ ഒരു കമ്പനി ഒരു സാധനം വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് സെല്ലിംഗ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇൻ്റർമീഡിയറ്റ്സ്, ഞാനിപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് അത് ഹോൾസെയിലറുടെ അടുത്ത് പോയി, അത് പിന്നെ റീറ്റെയിലറുടെ അടുത്ത് പോയി, അവിടെ നിന്നാണ് കൺസ്യൂമർ സാധനം വാങ്ങുന്നത്. അപ്പോൾ അതിന് പകരം നേരിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏതൊരു കമ്പനിക്കും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണെങ്കിൽ കൂടെ ഈ മണി ചെയിൻ ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൂപ്പ് ഹോളാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു വസ്തു. കാരണം ഒരു വസ്തു കൊടുക്കുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ കേസായിട്ടോ വരില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഒരിക്കൽ പോലും ആവശ്യമില്ലാത്ത ചിലപ്പോൾ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ ഒരു 5000 രൂപ കൊടുത്ത് ഒരു മൈക്രോവേവ് ഓവൻ, 1500 രൂപയ്ക്കേക്കും മൈക്രോവേവ് ഓവൻ ഉണ്ടാവുള്ളൂ. പക്ഷേ 5000 രൂപ കൊടുത്തിട്ട് അത് വാങ്ങാൻ പറയും. എന്നിട്ട് തിരിച്ച് റിട്ടേൺ നിങ്ങൾ വാങ്ങിയിട്ട് പിന്നെ നിങ്ങളെ കീഴിൽ ലെഫ്റ്റും റൈറ്റും വലത്ത് കൈ വലത്ത് കാല് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ നെറ്റ്വർക്കായിട്ട് ഇങ്ങനെ പോയി ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞ് ആ ഒരു സ്കീമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാലും മണി ചെയിൻ എന്ന് പറയുന്ന ആ ഒരു തട്ടിപ്പിനെ മറക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റ് അതിനടിച്ചിട്ട് ഇങ്ങനെ ആളുകളെ മുമ്പിൽ ഒരു ലീഗൽ ബൗണ്ടഡ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പറയുന്നൊരു പ്രശ്നം കൂടെ അവിടെ ഉണ്ട്. ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും ക്രിപ്റ്റോ കറൻസിയിലാണെങ്കിലും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നൊരു ഫാക്ടർ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു,
അതിലൊരു ലിമിറ്റ് വെക്കുന്നത് ശരിക്കും ഡിമാൻഡ് ക്രിയേഷനാണ്. ആർട്ടിഫിഷ്യലായിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ നെറ്റ്വർക്കിലൂടെ കിട്ടുന്ന ഒരു പ്രോഫിറ്റ് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ആർട്ടിഫിഷ്യലായിട്ട് ഡിമാൻഡ് ക്രിയേറ്റ്. നമ്മുടെ ഒരു എക്കണോമിക് ഹിസ്റ്ററി എവിടെ എടുത്തു നോക്കിയാലും എവിടെയൊക്കെ ഒരു പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഒരു സർവീസിന് ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1992 ഹർഷത് മേത്ത ക്രൈസിസ് എടുക്കുക. ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളിൽ ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഘട്ടത്തിൽ അതൊരു ജേർണലിസ്റ്റിൻ്റെ ലേഖനത്തിലൂടെ ഇത് കേവലം പൊള്ളയായ ഡിമാൻഡാണ് ആളുകൾ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ആ സ്റ്റോക്കിൻ്റെ വാല്യൂ താഴോട്ടേക്ക് പോകുന്നു. അപ്പോൾ വാല്യൂ ബേസ്ഡ് അല്ലാതെ ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അത് താഴോട്ടേക്ക് പോകും എന്നൊരു കോമൺ ഫാക്ടർ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ഈ പുതുതായിട്ട് ആളുകളിൽ ഉണ്ടാകുന്ന ഒരു ബിഹേവിയറിൽ വലിയൊരു ട്രെൻഡ്, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാം എന്നൊരു സംഭവമാണ്. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആലോചനകളല്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ട്രാപ്സുകൾ എന്ന് പറയുന്നൊരു സംഭവം എന്താകുന്നത്, അതിൻ്റെ പിന്നിൽ വരുന്നത് എന്നൊരു അതുകൊണ്ടാണ് ശരിക്കും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ശരിക്ക് എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവ് കൺസെപ്റ്റാണ്. കാരണം ഒരുപാട് ഇൻ്റർമീഡിയേറ്റേഴ്സ് ഒഴിവാകുന്നു, ഫൈനാൻഷ്യലി ഇൻക്ലൂസീവാണ്, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു എന്ന് തുടങ്ങി ഒരുപാട് പോസിറ്റീവ് ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു കൺസെപ്റ്റാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. പക്ഷേ അതിലേക്ക് ഈ നെറ്റ്വർക്ക് മോഡൽ വരുന്നു, ആർട്ടിഫിഷ്യൽ ഡിമാൻഡ് ക്രിയേഷൻ വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊരു മോശം രീതിയിലേക്ക്, അല്ലെങ്കിൽ നമുക്കുണ്ടായ വലിയൊരു സാധ്യതയെ, അതായത് ഒരു എക്കോണമിക്കുണ്ടായ വലിയൊരു സാധ്യതയെ ഇല്ലാതാക്കുന്നു. ഒരു സാമൂഹ്യ ദ്രോഹികൾ, അങ്ങനെ എനിക്ക് പ്രയോഗിക്കാൻ പറ്റുമോ അറിയില്ല, എക്കോണമിക്ക് ഉണ്ടാകുന്ന വലിയൊരു സാധ്യതയെ അവർ ഇല്ലാതാക്കുന്നു എന്നാണ് അതിൽ ചുരുക്കി പറയാൻ പറ്റുന്ന ഒരു സംഭവം. അതിൽ വിട്ടുപോകും, ഞാനത് ഓർമ്മിക്കുന്ന നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ ആളുകൾ അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നിടത്ത് ഈ പ്രൊഫഷണലി അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡ് മാർക്കറ്റിലുണ്ട്. തോന്നുന്നു നമ്മളൊരു ഇസ്ലാമിക പരിസരത്ത് നിന്ന് ആലോചിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ആളുകളുടെ ഫണ്ട് ഇഫക്റ്റീവ്ലി ഒരു വാല്യൂ പോയിന്റിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പോലും ഒരുപക്ഷെ നമുക്ക് BKF ഒക്കെ പോലെയുള്ള ചില ശ്രമങ്ങളുടെ അജണ്ടയായിട്ട് വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പോൾ മാത്രമേ നമ്മൾ പലപ്പോഴും ആളുകൾക്ക് ആ ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ അതിന് പറ്റിയ ഒരു റിസോഴ്സിനെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടില്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണോ അവൈലബിൾ അത് സ്വീകരിക്കാൻ ആളുകൾ നിർബന്ധിതരാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുക എന്ന ആളുകളുടെ ആവശ്യത്തെ നിറവേറ്റുന്ന രീതിയിൽ ഒരു പ്രൊഫഷണൽ ക്രിയേഷൻ കൂടി നമ്മുടെ അജണ്ടയിലേക്ക് വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും പിന്നെ ഒരു കാര്യം നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിൽ വന്നൊരു വലിയ മാറ്റമുണ്ട്. US ഇക്കോണമി ശരിക്കും പറഞ്ഞാൽ US ഇക്കോണമിയുടെ ഒക്കെ ഒരു സിംഹഭാഗവും ആവതിൻ്റെ ഭാഗം ആ മാറ്റം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇപ്പോൾ നന്നായി കടന്നു വരുന്നുണ്ട്. അത് ആ ബിഹേവിയറിൻ്റെ പറഞ്ഞ സാധനം ബൈ നൗ പേ ലേറ്റർ എന്ന സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മോഡൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാം, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലേറ്റർ ചെയ്യാവുന്ന ഓപ്ഷൻ അത് വ്യാപകമായി ഇപ്പോൾ കേരള മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പിന്നെ 0% ഫൈനാൻസിൽ ഈ ഹോം അപ്ലയൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി വരികയും അത് പിന്നീട് ഏറെക്കുറെ എല്ലാ മാർക്കറ്റിലേക്കും വ്യാപകമാവുകയും അങ്ങനെ വന്നൊരു സംഭവമുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ ബാങ്കുകൾ വ്യാപകമായി ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ ലിബറലായി ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മുടെയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അറിയണം, ഈ 50 ദിവസം വരെ നമുക്ക് തൽക്കാലം ഫണ്ടില്ലാതെ മാനേജ് ചെയ്യാം എന്നതാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മളൊരു ചാർജും ബാങ്കിന് കൊടുക്കേണ്ടതില്ല, ഒരു പൈസ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതില്ല, 50 ദിവസം വരെ നമുക്ക് ഫണ്ടില്ലാതെ മാനേജ് ചെയ്യാം. ഇതാണ് നമ്മൾ പൊതുവെ എടുക്കുന്ന ഒരു പ്രായോഗികമായ യുക്തി. പക്ഷേ ബാങ്ക് ഈ തരുന്ന കമ്പനിക്ക് അറിയാം ഒരു 70% ആൾക്കാരെങ്കിലും ഇത് 51ാമത്തെ ദിവസത്തേക്ക് കിടക്കുന്നുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് വായിച്ചു നോക്കിയാൽ അറിയാം 42% ക്രെഡിറ്റ് കാർഡിലെടുത്തൊരു പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ അത് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിലേക്ക് വരുന്നുണ്ട്. അതിനെ കൂടി നമ്മളൊരു വാല്യൂ പെർസ്പെക്റ്റീവ് നിന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ ബിഹേവിയർ നമുക്ക് എത്രത്തോളം കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഇക്കണോമിക് ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. കാരണം അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മുടെ ഒരു നിയന്ത്രണമില്ലാതെ കൺസ്യൂം ചെയ്യുകയും നമ്മുടെ വരുമാനത്തെയൊക്കെ മാറ്റുകയും പിന്നീട് അത് വലിയ തരത്തിലുള്ള സാമൂഹികമായും അല്ലെങ്കിൽ കുടുംബപരമായൊക്കെയുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നന്നായി അത് കടന്നു വരുന്നുണ്ട്. ഈ ബൈ നൗ പേ ലേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനെ കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമിക പരിസരത്തു നിന്ന് കൂടി ആ വിഷയത്തെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിലെ
ഈ ബൈ നൗ പേ ലേറ്റർ, ഞാൻ ഇപ്പം അടുത്ത് EPWയിൽ വായിച്ചൊരു കണക്ക് പ്രകാരം 2026 ആകുമ്പോഴേക്ക് 1 ട്രില്യൺ ആണ് അതിൻ്റെ ഒരു എമൗണ്ട് പറയുന്നത്. അത്രത്തോളം അത് വളരും. ശരിക്കും കൺസ്യൂമറുടെ ബിഹേവിയറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നതാണല്ലോ അതിലൂടെ നടക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മനുഷ്യൻ്റെ ആവശ്യങ്ങളെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതൊന്ന് ലറൂറിയത്താണ്, ഒന്ന് ഹാജിയത്താണ്, ഒന്ന് തഹ്സീനിയത്താണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ 3 തരത്തിലായിരിക്കും. ഒന്നാമത്തെ ശരിക്കും കംപ്ലീറ്റ് നെസസിറ്റിയാണ്. അതില്ലാതെ ജീവിതം തന്നെ സാധ്യമല്ല. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് ഒക്കെ ശരിക്കും അതിൽപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് ഹാജിയത്താണ്. ശരിക്കും അതില്ലെങ്കിൽ ലൈഫ് പോസിബിളാണ്, പക്ഷേ അതൊരു ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ അതിൽപ്പെട്ടാണ്. മൂന്നാമത്തെ ഒരു സാധനം തഹ്സീനിയത്താണ്. ശരിക്കും അത് ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്, ലക്ഷറിയസ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. നമുക്ക് ശരിക്കും ഇത്ര മാത്രമേ ആവശ്യം ഉണ്ടാവുകയുള്ളൂ, പക്ഷേ അതൊരു അലങ്കാരമായിട്ട് നമ്മൾ കൂടുതൽ വാങ്ങും. ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ കൺസംഷൻ എങ്ങനെയാകണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യത്തിന് നമുക്ക് ഒരു നോ പറയുക എന്നുള്ളത് സാധ്യമല്ല. അത്തരം ഘട്ടങ്ങളിൽ കടം കൊടുക്കുക എന്നുള്ളത് സുഹൃത്തിൻ്റെ ബാധ്യതയാണ്. അത്തരത്തിലുള്ള ഒരു ഘട്ടം ഒരാൾ അനുഭവിക്കുകയാണെങ്കിൽ സുഹൃത്ത് അതിനുള്ള പണം എന്തായിരിക്കണം, നൽകിയിരിക്കണം. രണ്ടാമത്തെ ഒരു സംഭവം ഈ ഹാജിയത്താണ്. അതൊരു ബേസിക് നെസസിറ്റി അല്ലെങ്കിലും അതൊരു നെസസിറ്റിയാണ്. ഇത്തരം ഘട്ടങ്ങളിൽ കടം നമുക്ക് വാങ്ങാം. കടം വാങ്ങുന്ന സമയത്തും അത് തിരിച്ചടക്കാനുള്ള ഒരു സോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ അത്തരം ഒരാൾക്ക് കടം നൽകുന്ന സമയത്ത് അയാൾക്ക് തിരിച്ച് നൽകാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. അപ്പോഴേ നമുക്ക് കടം പോലും നൽകാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തഹ്സീനിയത്താണ്. പണം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ. ഇത് ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമാണ്. ഈ 3 കാര്യങ്ങളെയും കൃത്യമായിട്ട് നമ്മുടെ കൺസെപ്ഷനിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കണം. ഒന്നാമത്തതിൻ്റെ ഒരു ഘട്ടം അനുഭവിക്കുകയാണെങ്കിൽ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഒരു പ്രശ്നം ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മീറ്റ് ചെയ്യണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്റ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്, ക്രെഡിറ്റിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ അപ്പോഴും തിരിച്ചടക്കാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ അയാൾക്ക് തിരിച്ചടക്കാനുള്ള സോഴ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം. മൂന്നാമത്തെ ശരിക്കും അലങ്കാരങ്ങൾ. ശരിക്കും ഇപ്പം മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഈ മൂന്നാമത്തതിനെയാണ് ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതിൽ കടം നൽകുന്ന ആളുടെ ഉദ്ദേശം തന്നെ അയാൾ തിരിച്ചടക്കരുത് എന്നുള്ളതാണ്. കാരണം അതിലൂടെ ലഭിക്കുന്ന ഇൻട്രസ്റ്റാണ് അവരുടെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ഈ നമ്മുടെ കൺസെപ്ഷൻ ഇങ്ങനെ കൃത്യമായിട്ട് വേർതിരിക്കുകയും അതിൽ നിന്ന് ഒരു കൃത്യമായ അവബോധത്തോടു കൂടെ സമീപിക്കുകയും ചെയ്യും. മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ് മനസ്സിലായത്. ഒരു ചെറിയ സംഭവം ഉദാഹരണമായിട്ട് പറയാൻ തോന്നുന്നു. ഞങ്ങളൊരു ഫൈനാൻസ് കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് ഒരു ദിവസം ഒരു ലോണിൻ്റെ റിക്വസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഓഫീസിൽ വന്നപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് ലോണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു ഒരു ഹിമാലയ ബൈക്ക് വാങ്ങിക്കാനാണ്. മുമ്പൊരിക്കൽ നൂറാനോട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്താ ജോലി? അപ്പോൾ അദ്ദേഹം ഒരു കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിലവിൽ ബൈക്കുണ്ടോ? ഉണ്ട്, യമഹയുടെ FZ എങ്ങാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു ലോൺ എടുത്ത് നിറവേറ്റേണ്ട ഒരു ആവശ്യമാണോ ഹിമാലയ ബൈക്ക് വാങ്ങിക്കുക എന്നുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്ക് ലോൺ തരുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് തിരിച്ചടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ലോൺ തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിന് വേണ്ടി ഇപ്പോൾ 2.5 ലക്ഷം അല്ലെങ്കിൽ ആ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. നാളെ വളരെ അത്യാവശ്യമുള്ള ഒരാൾ, ഒരു മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫണ്ട് ഇന്നലെ ഇങ്ങനെ ഒരു ആവശ്യത്തിന് കൊടുത്തുപോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി റീതിങ്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ തരില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ലോൺ എടുത്ത് നിർവഹിക്കേണ്ട ഒരു ആവശ്യമാണോ? നിലവിൽ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ ലോൺ എടുക്കാണ്ട് ചെയ്യേണ്ട സാധനമാണോ ഒരു ഹിമാലയ എന്ന നമ്മുടെ ആഗ്രഹം എന്ന് അദ്ദേഹത്തോട് നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഒരുപക്ഷെ അതിനെ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ആ വിഷയം പിന്നെ ചോദിച്ചില്ല. അപ്പം ഞാൻ അങ്ങനെ ഈവൻ പറഞ്ഞ നമുക്ക് ഒരാൾക്ക് ലോൺ എടുത്ത് തിരിച്ചു തരാൻ കഴിവുണ്ടായാൽ പോലും ലോൺ എടുത്ത് നിർവഹിക്കേണ്ട ഒരു ആവശ്യമാണോ എന്ന ചിന്തയിലേക്ക് നമ്മുടെ കൺസ്യൂമേഴ്സിനെ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോവേണ്ട ഒരു സമയമായിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? ഓക്കെ, നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ പറയുന്ന നമ്മുടെ 2 പ്രളയങ്ങൾക്ക് ശേഷം പിന്നീട് ആഗോളതലത്തിൽ നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ ശേഷം ഈ പ്രത്യേകിച്ചും ഹെൽത്ത് എമർജൻസിയും അതേപോലെ ഇങ്ങനെയുള്ള ഒരു കലാമിറ്റീസൊക്കെ വരുന്നാൽ എന്നൊരു വലിയ ലോസ് ഉണ്ട്. ആ ലോസിനെ ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വ്യവസ്ഥാപിതമായി ആളുകൾ നിറവേറ്റുന്നത് ഈ ഇൻഷുറൻസ് എന്നൊരു മോഡലിലൂടെയാണ്. അപ്പോൾ ആ ഇൻഷുറൻസ് എന്നൊരു മോഡലിൽ ഇപ്പോൾ ഒരുപാട് പ്രത്യേകിച്ചും ഹെൽത്ത് രംഗത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പലതരത്തിൽ ആളുകൾ അതിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ചില ബേസിക് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്.
നമുക്ക് കാര്യമായി സാമ്പത്തിക ചെലവില്ലാതെ നമ്മൾ എൻറോൾ ചെയ്താൽ തന്നെ നമുക്കൊരു അടിസ്ഥാനപരമായ ഇൻഷുറൻസ് കിട്ടുന്ന ചില പദ്ധതികൾ ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതേസമയം ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ കമ്പനികൾ, ബാങ്കുകളടക്കമുള്ള കമ്പനികൾ ചെയ്യുന്നൊരു കാര്യം, അതിനോട് ലിങ്ക് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ബേസിക് ഇൻഷുറൻസ് ഗവൺമെൻറ് പോളിസിയിൽ കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ സ്വീകരിച്ചാൽ, മീൻസ് അത് എടുത്തു കഴിഞ്ഞാൽ ആ പദ്ധതിയോട് ലിങ്ക് ചെയ്തുകൊണ്ട് അതിനെ ടോപ്പപ്പ് ചെയ്യുന്ന ചില പദ്ധതികൾ വളരെ ടാക്റ്റിക്കലായി ആളുകൾ അതിലേക്ക് സ്വീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തെ ഇതേപോലെ ഇസ്ലാമിക പരിസരത്തുനിന്നുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഇൻഷുറൻസിൻ്റെ ഒരു ബേസിക് ലോജിക് എന്ന് പറയുന്നത്, അതിൻ്റെ കമ്പനികളുടെ പ്രാക്ടീസ് അല്ല പറഞ്ഞത്, ഇൻഷുറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇക്കണോമിക് ലോജിക് എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു റിസ്കിനെ പൊതുവായി എല്ലാവരും കൂടി ചേർന്ന് മാനേജ് ചെയ്യുക എന്നൊരു രീതിയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വം. പക്ഷെ അതിന് സ്വാഭാവികമായിട്ട് അതിൻ്റെ കമ്പനികൾ വരികയും കമ്പനികൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് പോയിന്റിൽ നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന ഒരുപാട് പ്രാക്ടീസുകൾ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഈ അടിസ്ഥാന തത്വത്തെ ഒരു പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ആ ഒരു അർത്ഥത്തിലുള്ള മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നിടത്ത് നമ്മുടെ ശ്രദ്ധ വരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമ്മുടെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതിൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞ് പിന്നെ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻട്രാക്ഷനോട് വേണ്ടി അവസാനിപ്പിക്കാം. ഇൻഷുറൻസിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരുപാട് സ്കീമുകളുണ്ട്. നമ്മൾ കേവലം നേരത്തെ പറഞ്ഞതുപോലെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആയിട്ട് നമുക്ക് ഇന്നാലുന്ന ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ ലഭിക്കും. അത് ശരിക്കും നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കില്ല. ഗവൺമെൻറ് നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്. അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പങ്ങളുമില്ല. മറ്റൊരു ഇൻഷുറൻസിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകം ഈ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ എമർജൻസി ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ എല്ലാ ആളുകളും പണം സ്വരൂപിക്കുകയും അതിൽ നിന്ന് യുദ്ധത്തിൻ്റെ എക്സ്പെൻസുകൾ കാണുകയും ചെയ്യുന്ന ഒരു രൂപമൊക്കെ ഉണ്ട്. അത് കേവലം ഒരാളിൽ മാത്രം ആ റിസ്കിനെ ഒതുക്കാതെ എല്ലാ ആളുകളും ആ റിസ്കിനെ ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു കലക്റ്റീവായിട്ടുള്ള എഫേർട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആ സൊസൈറ്റി മാത്രമാണ്. പക്ഷെ നിലവിലത്തെ ഇൻഷുറൻസ് സിസ്റ്റത്തിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ സംസാരത്തിൽ ഇവിടെ ഒന്നോന്നറിയില്ല, നമ്മൾ നേരത്തെ റൂമിലെ സംസാരത്തിലാണെന്ന് തോന്നുന്നു, ഇൻഷുറൻസിൻ്റെ 10% മാത്രമേ, ശരിക്കും അതിൻ്റെ ഒരു ടോട്ടൽ വോല്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലയൻസിലേക്ക് എത്തുന്ന ശരിക്കും തിരിച്ചെത്തുന്ന ഒരു തുക എന്ന് പറയുന്നത് 10% മറ്റുമൊക്കെ ആയിരിക്കും. ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് റവന്യൂ കോളത്തിൽ നിങ്ങൾക്ക് കാണാം ഇൻഷുറൻസിലൂടെ തന്നെ വലിയൊരു എമൗണ്ട് ഉണ്ട്. ഇത് ശരിക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയപ്പെട്ട വ്യക്തികളിലേക്ക് തന്നെ ആകുമ്പോഴാണ് ശരിക്കും ആ റിസ്ക് ഷെയറിങ് എന്താകുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഭാഗത്തു നിന്ന് പണം വാങ്ങുകയും അത് പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയത്ത്, ഞാൻ അതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് അല്ല പറയുന്നത്, ലോജിക്കലി നിലവിലുള്ള സിസ്റ്റം ആലോചിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അതിലേക്ക് തന്നെ ആ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു രൂപം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട വിഷയങ്ങളാണ്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. സദസ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ മുന്നോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഈ സ്ഥിരം സാലറി വാങ്ങുന്ന സാധാരണ ജോലിക്കാർ, കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഞാനടക്കമുള്ളവർ പൊതുവെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അഥവാ അവരുടെ കറണ്ട് എക്സ്പെൻസസ് കഴിഞ്ഞാൽ മേ ബി ഒരു 50% അടുത്ത് ചിലപ്പോൾ അവർക്ക് സേവിങ്സ് ആയിട്ടുണ്ടാകും. അത് വെറുതെ ബാങ്കിലിട്ടാൽ തീർത്തും ഒരു ഒരു ഫൈനാൻഷ്യലി ബുദ്ധിപരമായൊരു രീതിയല്ല അത്. പകരം പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോഴുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂടുതൽ പേരും ചെയ്യുക സ്റ്റോക്ക് ഓപ്ഷൻസ് ആണെങ്കിലും, സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും സ്റ്റോക്കുകൾ വളരെയധികം നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് പറ്റുന്ന സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യാറുണ്ട്. അതിന് ബദലായിട്ട് പലരും ഇപ്പോൾ ഞാനൊക്കെ പുതുതായിട്ട് വർക്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ചില കമ്പനികൾ, ഇത് നേരത്തെ ഈ അവതരണത്തിൽ കവർ ചെയ്ത് പോയോയെന്നറിയില്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചില കമ്പനികൾ എത്തിക്കൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ അവകാശവാദം തന്നെ അവർക്ക് ശരിയായ കോംപ്ലയൻസി നോക്കാൻ ഉലമാക്കളടക്കമുള്ള ബോർഡുണ്ട്. അവർ സ്ഥിരമായിട്ട് അത് നോക്കുന്നു. വീണ്ടും അത് എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിഗറസ് പ്രോസസ്സിലൂടെയാണ് മുസ്ലിങ്ങൾക്കും അതുപോലെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ഹറാമായിട്ടുള്ള ഇൻകം കൂടുതൽ അവരുടെ എന്താ പറയുക അവരുടെ ബിസിനസ്സിലുള്ള കമ്പനികൾ ഒഴിവാക്കിയിട്ടുള്ള
ഒരു മ്യൂച്വൽ ഫണ്ടുകൾ പലതും ഇപ്പോൾ മാർക്കറ്റുണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് അടക്കം. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ചോദിക്കാനുള്ളത്. ഇതിൽ ലാസ്റ്റ് പാർട്ട് ഞാൻ പറയാം. തുടക്കം ഈ 50% എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഇതിൽ എത്തിക്കൽ ഫണ്ടുകൾ, പിന്നെ ശരിയ ഫണ്ടുകൾ, ശരിയ സ്റ്റോക്കുകൾ, അങ്ങനെ നിരവധി പേരുകളിലുണ്ട്. ശരിക്കിത് പിന്നെ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ ശരിയാ സ്റ്റോക്കായിട്ട് നിർവചിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഫണ്ടിനെ എങ്ങനെയാണ് എത്തിക്കൽ ഫണ്ടായിട്ട് ഡിഫൈൻ ചെയ്യും? ഇതിന് ചില പാരാമീറ്റേഴ്സ് അവർ വെക്കുന്നുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ ടാസിസ് ആണ്, ഇന്ത്യയിൽ ടാസിസിൻ്റെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് അടക്കം ഒരു സ്റ്റോക്ക് എത്തിക്കൽ സ്റ്റോക്കാണോ എന്ന് നിർവചിക്കുന്നത്. ഈ പാരാമീറ്റേഴ്സിൽ ഒരു പ്രശ്നമുണ്ട്. ഈ പാരാമീറ്റേഴ്സിനെ നിർവചിക്കുന്നത് പൂർണ്ണമായും നമ്മുടെ ഫിഖ് ബേസ്ഡ് ആയിട്ടല്ല, മറിച്ച് കണ്ടംപററി സിറ്റുവേഷൻസ് അനുസരിച്ച് ഒരു ഡീകൺസ്ട്രക്ഷൻ ആയിട്ടാണ്. അതായത് പഴയ കാലത്തെ ഫിഖ് ടെസ്റ്റുകളെ ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് കാലോചിതമായിട്ടുണ്ടാക്കിയ ഒരു മാറ്റങ്ങളുടെ പുറത്താണ് ആ ഒരു പാരാമീറ്റേഴ്സ് വരുന്നത്. 2-3 പാരാമീറ്റേഴ്സ് ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ, ഇൻട്രസ്റ്റിലൂടെ ലഭിക്കുന്ന റിട്ടേൺ 3% വരെ ആണെങ്കിൽ അത് സ്റ്റോക്ക് എത്തിക്കൽ സ്റ്റോക്കാണ്. 3%-ന് മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റിലൂടെ റിട്ടേൺ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എത്തിക്കൽ സ്റ്റോക്ക് അല്ല എന്നൊരു നിർവചനം ടാറ്റ എത്തിക്കൽ ഫണ്ടിലടക്കം നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശരിയാ ബേസ് ഇല്ല. ഇങ്ങനെ ഒരു നിർവചനം നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അതിൽ ഇതുപോലെയുള്ള 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചില സ്റ്റോക്കുകളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് എടുത്തു നോക്കുക. അതിൽ ഇൻട്രസ്റ്റിലൂടെയുള്ള റിട്ടേൺ ചിലപ്പം 100 കോടികളും അത്രത്തോളം ഉണ്ടാവും. പക്ഷേ ടോട്ടൽ റിട്ടേൺ എടുത്ത് നോക്കുന്ന സമയത്ത് 3%-ൽ താഴെയായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിലുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ അതൊരു നെസസിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, അതുകൂടാതെ ബിസിനസ് തന്നെ സാധ്യമല്ല എന്നൊരു രൂപത്തിലായി കഴിഞ്ഞാൽ അതിന് 50% ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അത് നെസസിറ്റി അല്ലേ, അങ്ങനെയാണെങ്കിൽ അത് തീരെ പറ്റില്ല. അപ്പോൾ 3% എന്നുള്ള ഒരു ക്രൈറ്റീരിയ നമുക്കൊരിക്കലും മാർക്കറ്റിനെ നോക്കി എന്ത് ചെയ്യാൻ കഴിയില്ല, വെക്കാൻ കഴിയില്ല. അപ്പം നിലവിൽ എത്തിക്കൽ ഫണ്ട് എന്ന് നിങ്ങൾ ടാറ്റ എന്നുള്ള ചോദ്യത്തിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. എത്തിക്കൽ ഫണ്ടുകളാണെങ്കിലും ശരിയാ സ്റ്റോക്കുകളാണെങ്കിലും അതിൽ നിലവിൽ ഉപയോഗിക്കുന്ന ശരിയാ പാരാമീറ്റേഴ്സിന് ഫിഖിൻ്റെ അടിസ്ഥാനം, പ്രത്യേകിച്ച് ഷാഫി ഫിഖിൻ്റെ അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റോക്കുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ അതിൽ ശരിയാ സ്കോളേഴ്സിൻ്റെ ബാക്കപ്പ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് കാലോചിതമായി നിർവചിക്കപ്പെട്ടതാണ്, അല്ലാതെ പാരമ്പര്യ കിതാബുകളിൽ നിന്നും എടുത്ത ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിലേക്ക് പോകുന്ന സമയത്ത് ജാഗ്രത വേണം എന്നാണ് അതിൽ മനസ്സിലാകുന്നൊരു കാര്യം. ഞാൻ വിഷയം പറഞ്ഞു, നമ്മൾ ഈ സ്റ്റോക്കിനെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസാക്ഷി ബോധ്യപ്പെടുന്ന രീതിയിൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് എന്നും ആ സ്റ്റോക്കിനെ പഠിക്കാനുള്ളൊരു ജാഗ്രത നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ളത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളിൽ നമുക്ക് ഈ എന്നാൽ നമുക്ക് ഹലാലല്ലാത്ത പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒന്നും ചെയ്യാത്ത കമ്പനിയും അതേപോലെ 100% ഇക്വിറ്റിയൊക്കെ യൂസ് ചെയ്യുന്ന കമ്പനികൾ നമുക്ക് നോക്കി തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെയ്യാമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. പിന്നെയുള്ളത് ഈ കമ്പനികളൊക്കെ ഇപ്പോൾ നേരത്തെ ഈ 100% ഇക്വിറ്റി ലിസ്റ്റിലുണ്ടായിരുന്ന ചില കമ്പനികളൊക്കെ ചില ഘട്ടത്തിൽ മാറിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ ഒരു അപ്ഡേഷൻ നമ്മൾ എടുക്കുകയും നമ്മുടെ ഒരു ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മുടെ ഒരു ജാഗ്രത കാണിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ബ്ലൈൻഡായിട്ട് ഇന്ന ഫണ്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു പക്ഷേ എന്താവില്ല, നമുക്ക് അങ്ങനെ ബ്ലാങ്കായിട്ട് പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ജാഗ്രത നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് അതിൽ എടുക്കേണ്ട ഒരു കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ജനറൽ പോയിന്റ് പറയാറുള്ളത്, നമ്മൾ സാധാരണ പ്രായോഗികമായി പറയുന്നത് നമ്മൾ ചിലവ് കഴിച്ചിട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ സയൻസ് പറയുന്നത് സേവ് ചെയ്തിട്ട് ചിലവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ വരുമാനത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു മിനിമം 10% എങ്കിലും നമ്മൾ നമ്മുടെ ഫണ്ടിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി അനുവദിക്കണം, എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വിനിയോഗിക്കണം. ഒരു 10% നമ്മുടെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ഒരു 10% നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം. എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു 10% നമ്മുടെ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞു,
മറ്റേ ചാരിറ്റി പറഞ്ഞു, സെൽഫ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, പിന്നെ ഒരു 10% നമുക്ക് ഒരു പിന്നെ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ബാക്കിയുള്ളത് ചിലവഴിക്കാവുള്ളൂ എന്നാണ് പറയാവുന്നൊരു കാര്യം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് അതിൽ പിന്നെ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ, കുറേ സമയമല്ല, ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ പരിസരത്തൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ചില അവന്യൂസ് നിലവിലുണ്ട്. അതുകൂടി നമ്മുടെ അജണ്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിൻ്റെ ഒരു മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വരുമാനത്തെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അജണ്ടയായിട്ട് മാറേണ്ടതിൻ്റെ ആവശ്യം അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവരിലൂടെ അങ്ങനത്തെ കുറച്ച് പേരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് തേടി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെ നമുക്ക് ഫണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കാൻ പറ്റും. പക്ഷെ എപ്പോഴും നമ്മൾ ആ ജാഗ്രത, നമ്മൾ പറഞ്ഞ പോലെ എവിടുന്ന് ചിലവഴിച്ചു, എവിടുന്ന് നമ്മൾ സമ്പാദിച്ചു, എവിടുന്ന് ചിലവഴിച്ചു എന്നത് തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ ഒരു ജാഗ്രതയായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു മൂല്യസങ്കല്പം. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു ഉണർത്തൽ മാത്രമാണ് സോയിൽ സാറ് ലാസ്റ്റ് പറഞ്ഞു വെച്ച ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത്, പണ്ട് കാലത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടില്ല, ഇത് ഉത്തരം നൽകാൻ ആളുമില്ല. ഇന്നത്തെ ഒരു പുതിയ കാലത്താണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, ഭാവി ഒരു സ്പെക്കുലേഷനെ കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷണറി മോട്ടീവിനെ കുറിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ചിന്തിച്ച് വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിച്ച് വരുന്ന സമയത്ത് അതിന് ആൻസർ ചെയ്യാൻ എക്കണോമിക്സ് അറിയുന്ന, ഇസ്ലാമിക ശരീഅത്ത് അറിയുന്ന കൃത്യമായിട്ടുള്ള ആളുകൾ അപ്പുറത്തെ സൈഡിൽ ഇല്ലാത്തതിൻ്റെ കുറവും കൂടെയാണ് ഈ ഒരു ചോദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് കേൾക്കുന്ന ആളുകൾ എക്കണോമിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വരണമെന്നുള്ള ഒരു ഉണർത്തൽ ഇവിടെ ചെയ്യാം. നേരത്തെ ചോദ്യത്തിലേ പിന്നെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയം, സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകൾ വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ആകുന്നതിന് പകരം സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്ന വലിയൊരു കമ്പനികളാകാനുള്ളൊരു ശ്രമം അതാണ് എനിക്ക് അതിൽ കാണുന്ന വലിയൊരു സൊല്യൂഷൻ. അപ്പോൾ പലരും പലപ്പോഴും ചോദിക്കും ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു സ്റ്റോക്ക് നിർദ്ദേശിച്ച് തരാൻ പറ്റുമോ? അതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യാന്നുള്ളത്, കമ്പനി ലീസ്റ്റ് ചെയ്യുക. അതായത് പിന്നെ സെബിയിലേക്ക് നമ്മുടെ കമ്പനി ലീസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ വലിയ ബിസിനസ് പ്രൊഫഷണൽസിനെ ഉണ്ടാക്കിയെടുക്കുക. നിലവിൽ അതിന് ലീസ്റ്റ് ചെയ്യാൻ പറ്റിയ മുസ്ലിം ബിസിനസ് പേഴ്സണാലിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷേ ആ അർത്ഥത്തിലേക്ക് അവർ പോകുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിൽ ശരിയാ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ലീസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് വർദ്ധിച്ചോളും സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം മുസ്ലിങ്ങളുടെ വലിയൊരു മാർക്കറ്റ് അവിടെ ലഭ്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനികളെ ലീസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വളരണം എന്നൊരു നിർദ്ദേശം കൂടെ അതിൽ വെക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇതിൽ ചർച്ച ചെയ്തൊരു കാര്യം ഒരുപാട് വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ നമ്മളാകെ സ്റ്റോക്ക് മാർക്കറ്റ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ, പിന്നെ ഇൻഷുറൻസ്, ഇതിനൊക്കെ വളരെ മേലേ തട്ടിലൂടെയുള്ള ഒരു ചർച്ച മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം നമ്മുടെ ചുറ്റുവട്ടം തന്നെയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റം, ഈ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ട്രെൻഡുകൾ രൂപപ്പെട്ടു വരും. അതിനനുസരിച്ച് ട്രാപ്പുകളും രൂപപ്പെട്ടു വരും. നേരത്തെ പറഞ്ഞിരുന്നു, ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഒരു ഭാഗത്ത് ട്രാപ്പുകളും രൂപപ്പെട്ടു വരും, ഒരു ഭാഗത്ത് പ്രതിസന്ധികൾ രൂപപ്പെട്ടു വരും. ഈ സമയത്ത് കൃത്യമായി നമ്മുടെ പോയിൻ്റ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രാപ്പുകളിൽ നിന്ന് പുറത്തു ചാടാൻ സാധിക്കും. അതിനെ നിരന്തരമായി നമ്മുടെ സൊസൈറ്റിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഏതൊരു പുതിയ ബിസിനസ് വരുന്ന സമയത്തും എന്താണ് അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് അപ്പോഴേ ആലോചിക്കാതെ നിരന്തരം നമ്മുടെ മാർക്കറ്റ് വീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു എക്കണോമിക്സ് സ്റ്റുഡൻറ്റിന് മാത്രം ഡ്യൂട്ടിയല്ല. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ, നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള മാർക്കറ്റ് എങ്ങനെയാണ് ചലിക്കുന്നത്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, കൺസ്യൂമറുടെ ബിഹേവിയർ എങ്ങനെയാണ്, പ്രൊഡ്യൂസറുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതെല്ലാം ആലോചിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിലപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഇതിൻ്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയാനുള്ളത്.